സാധാരണയായി മാതാപിതാക്കൾ ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ ചെയ്യുന്ന തെറ്റുകൾ. കുട്ടികൾക്ക് 6 മാസത്തിന് മുന്നേ ഭക്ഷണം കൊടുത്തു തുടങ്ങുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ 6 മാസം വരെ കുട്ടികൾക്ക് മുലപ്പാലിൽ നിന്ന് അവർക്ക് ആവശ്യമായതുള്ളത് എല്ലാം ലഭിക്കുന്നുണ്ട്. 6 മാസത്തിന് മുന്നേ ദർ ഗട്ട് ഈസ് നോട്ട് റെഡി. അങ്ങനെ ഒരു സമയത്ത് നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങി അത് അവർക്ക് കൂടുതൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനേ കാരണമാകുള്ളൂ. അതുകൊണ്ട് എപ്പോഴും കോംപ്ലിമെൻ്ററി ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങേണ്ടത് 6 മാസം കഴിയുമ്പോഴാണ്. അതുപോലെ തന്നെ രണ്ടാമത് കാണുന്നതാണ് കുട്ടികൾക്ക് പഞ്ചസാരയും ഉപ്പും ഒക്കെ ഭക്ഷണത്തിൽ ചേർക്കാമോ എന്നുള്ളത്. 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് ഉപ്പോ പഞ്ചസാരയോ ഒന്നും അവരുടെ ഭക്ഷണത്തിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അതിന് കാരണം അവരുടെ കിഡ്നീസ് ഇമ്മച്യൂർ ആണ്. ഒരു സോഡിയം ഇത്ര ഉപ്പിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവരുടെ കിഡ്നിക്ക് ഇല്ല. അതുകൊണ്ട് 1 വയസ്സ് വരെ നമ്മൾ കുട്ടികൾക്ക് അഡീഷണൽ ആയിട്ട് ഉപ്പോ പഞ്ചസാരയോ ഭക്ഷണത്തിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം എന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കാവുന്ന ഭക്ഷണം തന്നെ കൊടുക്കാം. അവർക്ക് കുട്ടികൾക്കുള്ള ഭക്ഷണം മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഭക്ഷണത്തിൽ ഉപ്പിടാനൊക്കെ ശ്രദ്ധിക്കുക. പിന്നുള്ള മൂന്നാമത്തെ തെറ്റാണ് ഫോഴ്സ് ഫീഡിങ്. എന്ന് വെച്ചാൽ നിർബന്ധമായും കുട്ടികളെ പിടിച്ച് കഴിപ്പിക്കാൻ നോക്കുക. അതൊരു തെറ്റായ പ്രവണതയാണ്. ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കുന്ന സമയം അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിപ്പിക്കുവാനും അത് വളരെ ഒരു ഇൻട്രാക്റ്റീവ്, പ്ലേഫുൾ ആൻഡ് എൻജോയബിൾ ഒരു സമയമാക്കി മാറ്റുവാനും മാതാപിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്.